കൊടിക്കുന്നിൽ സുരേഷും തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമായിട്ട് പ്രശ്നം. ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി.ഡി. സതീശൻ നിരന്തരം സർക്കാരിനെ എതിർത്തുകൊണ്ടിരിക്കുന്നു. ഈ ഉമ്മൻചാണ്ടി സർക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴിമതി നിറഞ്ഞ സർക്കാരാണ് എന്ന് പറഞ്ഞു. വി.ഡി. സതീശനെ സംബന്ധിച്ചിട്ട് വി.ഡി. സതീശൻ ഏതോ ഒരു ലോകത്തിരുന്ന് അല്ലെങ്കിൽ ഏതോ ഒരു യൂണിവേഴ്സിൽ ഇരുന്നു കൊണ്ട് കുറേയധികം കാര്യങ്ങൾ ഇങ്ങനെ ഒരു പേപ്പറിൽ എഴുതി വെക്കുന്നു. അതിൻ്റെ റിയാലിറ്റി എന്താണ്, അതിൻ്റെ പ്രാക്ടിക്കലി അതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണയുടെ അടിസ്ഥാനത്തിലൊന്നും അല്ല പുള്ളി പറയുന്നത്. വി.ഡി. സതീശനെ പോലെയുള്ള ഒരു പാത്തോളജിക്കൽ ലയർ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് എന്ത് ക്രെഡിബിലിറ്റിയാണ് കേരളത്തിലുള്ളത്? ശ്രീ കെ കരുണാകരനെ ചാരക്കേസിൽ കുടുക്കിയ കോൺഗ്രസ്സുകാർ, ശ്രീ എ.കെ. ആന്റണിയെ പുറകിൽ നിന്ന് കുത്തിയ കോൺഗ്രസ്സുകാർ, ഇവരൊക്കെയാണ് ഇനി ഭരണത്തിലേക്ക് വരാൻ പോകുന്നതെങ്കിൽ അന്ന് ശ്രീ കെ കരുണാകരനും എ.കെ. ആന്റണിയും ഉമ്മൻചാണ്ടിയും ഒക്കെ കുറച്ച് കരിഷ്മയുള്ള നേതാക്കന്മാരായിരുന്നു. പക്ഷെ ഇന്ന് വി.ഡി. സതീശൻ പറയുന്ന എത്ര പേര് കേൾക്കും? കെ സുധാകരനും വി.ഡി. സതീശനും കൂടി KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവുമായിട്ടിരിക്കുന്ന സമയത്ത് മൈക്കിന് വേണ്ടിയിട്ട് വരെ തല്ലുണ്ടാക്കുന്നത് നമ്മൾ കണ്ടതല്ലേ. ഇന്ന് വി.ഡി. സതീശൻ ഇപ്പം കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ട് വരികയാണെങ്കിൽ അദ്ദേഹത്തിനെതിരെ വളരെ ഗുരുതരമായ എന്തെങ്കിലുമൊക്കെ കേസുകൾ കെട്ടിച്ചമയ്ക്കാൻ ശേഷിയുള്ള ആളുകൾ ഇന്നും ഈ കോൺഗ്രസ് പാർട്ടിക്കകത്തുണ്ട്. അങ്ങനെയുള്ള കോൺഗ്രസ് പാർട്ടി ഇവിടെ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഏത് രീതിയിലായിരിക്കും ഭരണം മുൻപോട്ട് പോവുക എന്നുള്ളതിനെക്കുറിച്ച് കേരളത്തിലെ പൊതുസമൂഹം 2 വട്ടം ആലോചിച്ചതിന് ശേഷം മാത്രമേ പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ പാടുള്ളൂ എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. നമസ്കാരം. കേരളം വിധി എഴുതാൻ ഇനി വെറും 48 മണിക്കൂറിൻ്റെ ദൂരം മാത്രം. LDFനെ സംബന്ധിച്ച് കഴിഞ്ഞ 10 വർഷത്തെ ഭിന്നിപ്പുകളില്ലാത്ത ഐക്യത്തിൻ്റെ സ്വരപ്രതീകമായ ഒരു ഭരണമാണ് അവരുടെ ആത്മവിശ്വാസം. UDFന് നിലനിൽപ്പിൻ്റെ പോരാട്ടവും. അപ്പം 2 കൂട്ടരുടെയും ഭരണരീതികളും ഭരണകാലങ്ങളും തമ്മിലുള്ള വ്യത്യാസം പ്രകടമാണ്. അത് ജനങ്ങൾക്കും അറിയാം, ഇവർക്കും അറിയാം. അപ്പോൾ കേരളത്തിൻ്റെ മുന്നോട്ടുള്ള ഒരു യാത്രയിൽ നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക്, അല്ലെങ്കിൽ ഒരു ഐക്യ കേരളത്തിന്, അല്ലെങ്കിൽ വികസിത കേരളത്തിന്, ഇങ്ങനെ ഈ ഒരു ടാഗ് ലൈനൊക്കെ എടുത്ത് നമ്മുടെ നാടിൻ്റെ ഭാവിക്ക് ഇതിലേത് കൂട്ടരുടെ ഭരണമായിരിക്കും നല്ലത്? കേരളത്തിൽ പ്രധാനമായിട്ട് മത്സരം നടക്കുന്നത് UDFും LDFും തമ്മിലാണ് എന്നുള്ളത് എല്ലാവരും ഉൾക്കൊള്ളേണ്ട ഒരു വസ്തുതയാണ്. ഇവിടെ നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 90കളിലും 2000ത്തിൻ്റെ തുടക്കത്തിലുമൊക്കെ കോൺഗ്രസിൻ്റെ മുദ്രാവാക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരതയുള്ള ഭരണത്തിന് കൈചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തു എന്നുള്ളതായിരുന്നു. എനിക്കത് PV നരസിംഹറാവുവിൻ്റെ തെരഞ്ഞെടുപ്പിന് ശേഷം ആ ഒരു സ്ഥിരതയുള്ള ഭരണത്തിന് കോൺഗ്രസിന് വോട്ട് ചെയ്യൂ എന്നുള്ള ആ ഒരു ക്യാപ്ഷൻ തന്നെ കോൺഗ്രസ് എടുത്തു മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നമ്മളിവിടെ എടുത്ത് പരിശോധിക്കാൻ വേണ്ടി പോകുന്ന ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2011 മുതൽ ഈ 2026 വരെ നടന്നിട്ടുള്ള കോൺഗ്രസ്, അതിനു മുമ്പ് ഉള്ളതും എടുത്ത് പരിശോധിക്കേണ്ടതുണ്ട്. ശ്രീ കെ കരുണാകരൻ്റെ മന്ത്രിസഭ ഉൾപ്പെടെ നടന്നിട്ടുള്ള വിഷയങ്ങളെ കൂടി നമ്മളെടുത്ത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഈ കഴിഞ്ഞ 10 വർഷക്കാലം ഈ മന്ത്രിസഭയുടെ ഏറ്റവും വലിയ ഒരു നേട്ടമായിട്ട് എടുത്തു പറയാൻ സാധിക്കുന്ന ഒന്നാണ് സ്ഥിരതയുള്ള ഭരണം എന്ന് പറയുന്നത്. ഈ സ്ഥിരതയുള്ള ഭരണം എന്ന് പറയുന്നത് എന്താണ്? ഈ ഭരിക്കുന്ന പാർട്ടിക്കിലോ അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള മുന്നണിയിലെ ഘടകകക്ഷികളിലോ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളുമില്ലാതെ കഴിഞ്ഞ 10 വർഷക്കാലം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുമായിട്ട് കൂടിയാലോചിച്ചുകൊണ്ട് ഒരു മിനിസ്ട്രി മുൻപോട്ട് പോയി എന്നതാണ് ഒരു സ്ഥിരതയുള്ള ഭരണം എന്നതുകൊണ്ട് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ സംബന്ധിച്ചിട്ട് ഒരു സ്ഥിരതയുള്ള ഭരണം കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിൽ അവർക്ക് കാഴ്ചവെക്കുവാൻ സാധിച്ചു എന്നുള്ളതൊരു സത്യമായിട്ടുള്ള കാര്യമാണ്. ഇനി നമ്മൾ 2011 മുതൽ 2016 വരെയുള്ള ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടം നമ്മളൊന്ന് എടുത്ത് പരിശോധിക്കുക. ഈ പരിശോധിക്കുന്ന സമയത്ത് അതിന് മുൻപായിട്ട് നമുക്ക് പറയാനുള്ളത് ശ്രീ കെ കരുണാകരൻ, എ.കെ. ആന്റണി മുഖ്യമന്ത്രി ആയിരിക്കുന്നതിന് മുമ്പ് ശ്രീ കെ കരുണാകരൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന സമയത്ത് അന്ന് അദ്ദേഹത്തെ മുഖ്യമന്ത്രി കസേരയിൽ നിന്നും താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസിനകത്തു നിന്ന് തന്നെയുള്ള, എന്തിനേറെ പറയുന്നു, ഇപ്പോഴത്തെ ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ സജീവമായി ഉന്നയിച്ചുകൊണ്ട് വന്ന ഒരു കേസാണ് ചാരക്കേസ്. ഈ ചാരക്കേസിൽ നമ്പി നാരായണനെയും മറിയം റഷീദയെയും ഒക്കെ ചേർത്തുകൊണ്ട് കള്ളക്കഥകൾ മെനഞ്ഞുകൊണ്ട്, അതങ്ങനെ തന്നെ പറയേണ്ടതുണ്ട്, കള്ളക്കഥകൾ മെനഞ്ഞുകൊണ്ട് ആ ഗവൺമെൻറ്റിനെ അസ്ഥിരപ്പെടുത്തി അവിടെ എ.കെ. ആന്റണിയുടെ നേതൃത്വത്തിൽ എ.കെ. ആന്റണിക്ക് വേണ്ടിയിട്ട് ഉമ്മൻചാണ്ടി വഴിവെട്ടി കൊടുക്കുകയായിരുന്നു. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിൽ ശ്രീ കെ കരുണാകരനെ പോലെ വികസന കാഴ്ചപ്പാടുള്ള മറ്റൊരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല. ശ്രീ കെ കരുണാകരന് ശേഷം അങ്ങനെ ഒരു വ്യക്തി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് എടുത്ത് പറയാൻ സാധിക്കുന്നത് ശ്രീ പിണറായി വിജയൻ്റെ കാര്യത്തിൽ മാത്രമാണ്. ഈ ശ്രീ കെ കരുണാകരനും പിണറായി വിജയനും തമ്മിൽ ഒരുപാട് സാമ്യതകളുണ്ട്. അതായത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
തനി ഗവൺമെൻറ്റിന് വേണ്ടി നിലനിൽക്കുന്ന ഒരാളെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥന് ഏതെങ്കിലും തരത്തിലുള്ളൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 100% ശ്രീ കെ കരുണാകരൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. സമാനമായ രീതിയിൽ തന്നെ ശ്രീ പിണറായി വിജയനും അങ്ങനെ തന്നെയാണ് എന്നുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീ കെ കരുണാകരൻ്റെ മന്ത്രിസഭ എടുത്തു നോക്കുക. ആ സമയത്ത് ഭരിക്കാൻ സമയമുണ്ടായിരുന്നു. ചാരക്കേസുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കകത്ത് തന്നെ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നത്. അതിനുശേഷം ഡൽഹിയിലേക്ക് ചർച്ചകൾക്കായിട്ട് മുഖ്യമന്ത്രി പോവുക, അതിൻ്റെ പുറകെ മന്ത്രിമാർ പോവുക, കോൺഗ്രസിൻ്റെ ഭാരവാഹികൾ പോവുക, അതിനുശേഷം ഘടകകക്ഷി നേതാക്കന്മാരെ എല്ലാം വിളിച്ച് ഹൈക്കമാൻഡ് കാണുക. അന്നത്തെ അത്രയൊന്നും ആരോഗ്യം ഇന്നത്തെ കേരളത്തിലെ കോൺഗ്രസിനില്ല. കേരളത്തിലെ മാത്രമല്ല, ഇന്ത്യയിലെ കോൺഗ്രസിനില്ല. അന്ന് കോൺഗ്രസിൻ്റെ കൈവശം കേന്ദ്രഭരണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കെ കരുണാകരനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ സമയത്തൊക്കെ കെ കരുണാകരനെ ഡൽഹിയിലേക്ക് വിളിപ്പിക്കുകയും അവിടെ വ്യവസായ വകുപ്പ് മന്ത്രി ആക്കുകയൊക്കെയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് അന്ധചിത്രങ്ങളുടെ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഈ കോൺഗ്രസ് മന്ത്രിസഭ എന്നും കടന്നു പോന്നിട്ടുള്ളത്. അതിനുശേഷം ഇപ്പോൾ കെ ആന്റണിയുടെ മന്ത്രിസഭ വന്നു. കെ ആന്റണിയുടെ മന്ത്രിസഭ വന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? കെ ആന്റണിയുടെ മന്ത്രിസഭ വരുന്ന സമയത്ത് ശ്രീ കെ കരുണാകരൻ്റെ നേതൃത്വത്തിൽ ആ സമയത്താണ് DIC ഒക്കെ ഇവിടെ രൂപപ്പെടുന്നത്. അന്നുണ്ടായ പ്രശ്നങ്ങൾ എന്തായിരുന്നു? ഇവർക്ക് ഭരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ആ സമയത്ത് ശ്രീ കെ ആന്റണി നടത്തിയിരിക്കുന്ന ഒരു പ്രസ്താവനയില്ലേ, ന്യൂനപക്ഷങ്ങൾ അവരുടെ സ്വാധീനം ഉപയോഗിച്ച് അധികാര കേന്ദ്രമാകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്നുള്ളത് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളോടുള്ള സ്നേഹം കൊണ്ട് കെ ആന്റണി പറഞ്ഞു പോയതാണല്ലോ. അതൊക്കെ ഇപ്പോൾ കേരളത്തിലെ ആളുകൾ മറന്നുപോയോ? എനിക്ക് തോന്നുന്നില്ല മറന്നുപോയി എന്നുള്ളത്. അപ്പോൾ അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് വന്ന ഉമ്മൻചാണ്ടി മന്ത്രിസഭ 2011 മുതൽ 2016 വരെയുള്ള ഉമ്മൻചാണ്ടി സാറിൻ്റെ മന്ത്രിസഭ. നമ്മൾ ഈ മന്ത്രിസഭ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് കയറിയ അന്നു മുതൽ ഇറങ്ങുന്ന സമയം വരെ വിവാദങ്ങൾക്ക് മേൽ വിവാദങ്ങളല്ലായിരുന്നോ? ശ്രീ കെ കരുണാകരനെ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് ഇറക്കാൻ വേണ്ടിയിട്ട് ചാരക്കേസ് കൊണ്ടുവന്ന പോലെ തന്നെ ഉമ്മൻചാണ്ടിയെ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് ഇറക്കി വിടാൻ വേണ്ടിയിട്ടല്ലേ ഈ സോളാർ കേസ് കൊണ്ടുവന്നത്? അന്ന് സോളാർ കേസ് കൊണ്ടുവന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹത്തിൽ നിന്നും ഉടലെടുത്ത കേസല്ലേ അത്? അതല്ലെങ്കിൽ മുഖ്യമന്ത്രി വിദേശത്തായിരിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ഒരാളെ അറസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുഖ്യമന്ത്രി അറിയേണ്ടത് കൂടെയല്ലേ? എന്തുകൊണ്ടാണ് അതങ്ങനെ സംഭവിച്ചത്? മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അറസ്റ്റ് ചെയ്യപ്പെടുന്നതോടുകൂടി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെക്കേണ്ടി വരും എന്ന് ആര് ചിന്തിച്ചു? തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചിന്തിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഗ്രൂപ്പിൻ്റെ കൂടെ വക്താവാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയിട്ട് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി രാജിവെച്ച് കഴിഞ്ഞാൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുഖ്യമന്ത്രിയാകും എന്ന് അദ്ദേഹം തെറ്റിദ്ധരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ ഈ സോളാർ കേസ് കുത്തിപ്പൊക്കിക്കൊണ്ടുവന്നത്? അതിൻ്റെ പേരിലല്ലേ ഉമ്മൻചാണ്ടി ഏറ്റവും ഒടുവിൽ രോഗബാധിതനായി പോയത്? ഇതൊക്കെ നമ്മൾ ഓർക്കാതെ പോകാൻ പറ്റുമോ? അതിനുശേഷം ഓരോ നേതാക്കന്മാരെ എടുത്ത് പരിശോധിക്കുക, ഓരോ മന്ത്രിമാരെയും എടുത്ത് പരിശോധിക്കുക. കൊടിക്കുന്നിൽ സുരേഷും തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമായിട്ട് പ്രശ്നം. ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശൻ നിരന്തരം സർക്കാരിനെ എതിർത്തുകൊണ്ടിരിക്കുന്നു. ഈ ഉമ്മൻചാണ്ടി സർക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴിമതി നിറഞ്ഞ സർക്കാരാണ് എന്ന് പറഞ്ഞു. ഈ സർക്കാർ അഴിമതി കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, ഇവിടെ ഒരു വികസന പ്രവർത്തനവും ഇല്ല എന്ന് പറഞ്ഞതാരാണ്? VD സതീശനല്ലേ പറഞ്ഞത്? ഇന്നത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശനാണ് പറഞ്ഞത് 2011 മുതൽ 2016 വരെ കേരളം ഭരിച്ചിരുന്ന ഉമ്മൻചാണ്ടി സർക്കാർ കേരളത്തിൽ ഒരു വികസന പ്രവർത്തനവും നടത്തിയിട്ടില്ല എന്ന ഗുരുതരമായ ആരോപണം ഉന്നയിച്ചത് ഇന്നത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശനാണ്. അതിനുശേഷം പിന്നീട് നമ്മൾ കുറച്ചുകൂടി ഇങ്ങോട്ട് വരുന്ന സമയത്ത് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയാകുന്ന സമയത്ത് ഉമ്മൻചാണ്ടിയുടെ മേൽ NSS ചുമത്തിയ ആ ഒരു പ്രഷർ അതൊന്ന് ആലോചിച്ച് നോക്കിക്കേ. താക്കോൽ സ്ഥാനങ്ങളിൽ നായന്മാർക്ക് വേണ്ട രീതിയിലുള്ള പരിഗണന കിട്ടുന്നില്ല എന്ന് NSSന്റെ ജനറൽ സെക്രട്ടറി പറയുന്ന സമയത്ത് ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ കസേരയിൽ ഇരിക്കുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊരു നായരായിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. അപ്പോൾ ഓരോ സമയങ്ങളിലും കോൺഗ്രസ് അധികാരത്തിൽ വന്ന സമയത്തൊക്കെ ഇവിടെ സ്ഥിരതയുണ്ടായി ഉള്ള ഒരു ഭരണം ഉണ്ടായിരുന്നോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുകൂടാതെ തന്നെ അടുത്ത കാര്യങ്ങൾ കൂടി പറഞ്ഞുതരാം. അതായത് ബാർക്കോഴ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത്? ബാർക്കോഴ KM മാണി സാറിനെതിരെ കേസ് ചുമത്തപ്പെട്ടത് എങ്ങനെയാണ്? ഇതൊക്കെ കോൺഗ്രസിനകത്ത് നടന്ന ഗൂഢാലോചനയുടെ ഭാഗമായിട്ടല്ലേ? ഈ കുതികാൽവെട്ടും തൊഴുതികുത്തൊക്കെ കോൺഗ്രസിന് പണ്ടുള്ളതാണ്. ഭരണത്തിൽ വന്നാലും ആ ഒരു നേച്ചർ പോകാനും ചാൻസ് കുറവാണ്. അല്ല, ഈ KM മാണി സാറിനെതിരെ വ്യാജമായി കൊണ്ട് ഒരു ബാർക്കോഴ കേസ് കെട്ടിച്ചമച്ചതല്ലേ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഐക്യം തകരാനായിട്ട് കാരണമായിട്ടുള്ളത്? അല്ലെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താകുമായിരുന്നു? വളരെ മികച്ച രീതിയിൽ മുൻപോട്ട് പോകേണ്ടതല്ലേ?
ആ ഐക്യജനാധിപത്യ മുന്നണിയെ സ്വന്തം മുന്നണിയിൽപ്പെട്ടിട്ടുള്ള KM മാണി സാറിനെതിരെ പോലും വ്യാജ കേസ് ചമച്ചുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം വരെ നടത്തി എന്ന് പറയുമ്പോഴത്തേക്കും ഒന്ന് ആലോചിച്ച് നോക്കിക്കേന്നേ. ഒന്ന് ആലോചിച്ച് നോക്കൂ. UDF എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയേറെ കഷ്ടപ്പാടും ത്യാഗവും സഹിച്ചിട്ടുള്ള KM മാണിയെ പോലെയൊക്കെയുള്ള ഒരാൾക്കെതിരെ ഒരു വ്യാജ കേസ് സൃഷ്ടിച്ചു കൊണ്ടുവരിക, അതിനുശേഷം അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ മാനസികമായിട്ട് പീഡിപ്പിച്ച് മുന്നണിയിൽ നിന്നും വരെ പുറത്താക്കുന്ന രീതിയിലേക്കുള്ള സമീപനം എടുക്കുക എന്ന് പറയുമ്പോൾ അദ്ദേഹം മാനസികമായിട്ട് എത്രത്തോളം വിഷമിച്ചിട്ടുണ്ടാവും. കോൺഗ്രസും കേരള കോൺഗ്രസും തമ്മിലുള്ള ഫൈറ്റൊക്കെ കോട്ടയത്ത് സ്വാഭാവികമാണ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് എന്താണ്, 2011 മന്ത്രിസഭ വന്ന ഉടനെ തന്നെ മുസ്ലിം ലീഗ് 5ാം മന്ത്രിസ്ഥാനത്തിന് വേണ്ടിയിട്ടുണ്ടാക്കിയ വിവാദം നമ്മൾ മറന്നുപോയോ? കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിൽ കാലാനുസൃതമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവരേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന് ധൈര്യമുണ്ടെങ്കിൽ ഇപ്പോൾ പറയാൻ സാധിക്കുമോ മുസ്ലിം ലീഗിൻ്റെ കൈവശം നിന്ന് വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന്? മുസ്ലിം ലീഗ് വിദ്യാഭ്യാസ വകുപ്പ് ഭരിക്കുന്നിടത്തോളം കാലം അവരുടേതായിട്ടുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ആ വകുപ്പിനെ ഉപയോഗപ്പെടുത്തും എന്നുള്ളത് കോൺഗ്രസ് നേതാക്കന്മാർ വരെ സമ്മതിക്കുന്ന കാര്യമല്ലേ? ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുമോ? പിന്നെ വിദ്യാഭ്യാസ രംഗത്ത് എന്ത് പരിഷ്കാരമാണ് ഇവർ കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത്? ആ ചോദ്യത്തോടെല്ലാം VD സതീശൻ കുറച്ച് പ്രക്ഷുബ്ധമായിട്ടാണ് പ്രതികരിച്ചതെല്ലാം. അല്ല, VD സതീശനെ സംബന്ധിച്ചിട്ട് VD സതീശൻ ഏതോ ഒരു ലോകത്തിരുന്ന് അല്ലെങ്കിൽ ഏതോ ഒരു യൂണിവേഴ്സിൽ ഇരുന്നു കൊണ്ട് കുറേയധികം കാര്യങ്ങൾ ഇങ്ങനെ ഒരു പേപ്പറിൽ എഴുതി വെക്കുന്നു. അതിൻ്റെ റിയാലിറ്റി എന്താണ്, അതിൻ്റെ പ്രാക്ടിക്കലി അതെങ്ങനെ ഇവിടെ ഇമ്പോസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പ്രാക്ടിക്കലി അതെങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണയുടെ അടിസ്ഥാനത്തിലും നല്ല പുള്ളി പറയുന്നത്. പുള്ളി ഇങ്ങനെ ഒരു ഡയലോഗായിട്ട് അങ്ങോട്ട് വിടുന്നു എന്നതിനപ്പുറത്തേക്ക് ഇതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള കാര്യങ്ങളൊന്നും അദ്ദേഹം പഠിക്കുന്നില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമല്ലേ വയനാട് തങ്ങൾ മേടിച്ച സ്ഥലത്ത് അവിടെ വീടുകളിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയുമ്പോൾ ഈ മാധ്യമങ്ങൾ നാളെ വയനാട്ടിൽ പോയി അവിടെ പണി നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിച്ച് ഇത് നാളെ പൊതുജനങ്ങൾക്ക് മുമ്പിൽ പറയും എന്ന കാര്യം എന്താ VD സതീശന് അറിയാൻ പാടില്ലഞ്ഞിട്ടാണോ? അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. VD സതീശനെ പോലെയുള്ള ഒരു പാത്തോളജിക്കൽ ലയറായിട്ടുള്ള ഒരു വ്യക്തിക്ക് എന്ത് ക്രെഡിബിലിറ്റിയാണ് കേരളത്തിലുള്ളത്? എന്ത് ക്രെഡിബിലിറ്റിയാണുള്ളത്? നമ്മളത് പരിശോധിക്കേണ്ട വിഷയമല്ലേ? സ്ഥിരതയുള്ള ഒരു ഭരണമാണ് സംസ്ഥാനം ആഗ്രഹിക്കുന്നതെങ്കിൽ എല്ലാം വിട്. ഇന്നത്തെ തന്നെ ഒരു വിഷയം ഞാൻ എടുത്ത് പറയാം. ശ്രീ K കൃഷ്ണൻകുട്ടിയുടേതായിട്ടുള്ള ഒരു വോയിസ് ക്ലിപ്പ് ഇന്ന് ശ്രീ മാത്യു കുഴൽനാടൻ പുറത്തുവിടുന്നു. ഞാൻ പറയട്ടെ, മാത്യു കുഴൽനാടൻ മൂവാറ്റുപുഴയിൽ മത്സരിക്കുന്ന ഒരു MLA സ്ഥാനാർത്ഥിയാണ്. കോൺഗ്രസിന് സംസ്ഥാന തലത്തിൽ പ്രചാരണ വിഭാഗമില്ലേ? UDF സംവിധാനങ്ങളില്ലേ? അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാരില്ലേ? ഇവരെല്ലാവരും കൂടെ കൂടിയാലോചിച്ച് നടത്തേണ്ട ഒരു പത്രസമ്മേളനം ഒരു വ്യക്തിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ മാത്യു കുഴൽനാടന് തൻ്റെ സ്വന്തം ഫേസ് പൊതുജനങ്ങൾക്ക് മുമ്പിൽ വളരെ താൻ എന്തോ വലിയ ഒരു സംഭവമാണ് എന്ന് പൊതുജനങ്ങൾക്ക് മുമ്പിൽ പറയാൻ വേണ്ടിയിട്ടല്ലേ അദ്ദേഹം ഒരാളോട് പോലും, കോൺഗ്രസിലെ ഒരു നേതാക്കന്മാരോട് പോലും പറയാതെ ഇന്ന് മൂവാറ്റുപുഴയിൽ പത്രസമ്മേളനം നടത്തിയത്? അപ്പോൾ ആ മാത്യു കുഴൽനാടനൊക്കെ മൂവാറ്റുപുഴയിൽ നിന്ന് വിജയിച്ച് വന്നു കഴിഞ്ഞാൽ എത്ര പേരെ മന്ത്രിയാക്കാൻ വേണ്ടി പറ്റും? KC വേണുഗോപാലും VD സതീശനും മത്സരിച്ച് കോൺഗ്രസിൻ്റെ ഏതൊക്കെ സ്ഥാനാർത്ഥികൾ എവിടെയൊക്കെ മത്സരിക്കുന്നോ, അല്ലെങ്കിൽ ഘടകകക്ഷികളുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ എവിടെയൊക്കെ മത്സരിക്കുന്നോ അവിടങ്ങളിലെല്ലാം ചെന്നുകൊണ്ട് പറയുന്നത് എന്താണ്? നിങ്ങൾ വെറും ഒരു MLA അല്ല തിരുവനന്തപുരത്തേക്ക് അയക്കാൻ വേണ്ടി പോകുന്നത്, നിങ്ങൾ തിരുവനന്തപുരത്തേക്ക് അയക്കുന്നത് ഒരു മന്ത്രിയെയാണ് എന്ന് പറയുമ്പോൾ ഈ ജയിച്ചു വരുന്ന 71 പേരെയും മന്ത്രിയാക്കേണ്ട ഗതികേടിലേക്ക് UDF പോകത്തില്ലേ? അതെന്താണെന്ന് VD സതീശൻ മനസ്സിലാക്കാത്തത്? എത്ര അപക്വമായ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഓരോ ദിവസത്തെയും പത്രസമ്മേളനങ്ങൾ കടന്നു പോകുന്നത് ഒന്ന് ആലോചിക്കേണ്ടേ? അപ്പോൾ ഒരു കാര്യം നമുക്ക് ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. കാരണം 2011 മുതൽ 2016 വരെ ഉമ്മൻചാണ്ടിയെ സോളാർ കേസിൽ കുടുക്കിയ കോൺഗ്രസ്സുകാർ, ശ്രീ K കരുണാകരനെ ചാരക്കേസിൽ കുടുക്കിയ കോൺഗ്രസ്സുകാർ, ശ്രീ AK ആന്റണിയെ പുറകിൽ നിന്ന് കുത്തിയ കോൺഗ്രസ്സുകാർ, ഇവരൊക്കെയാണ് ഇനി ഭരണത്തിലേക്ക് വരാൻ പോകുന്നതെങ്കിൽ അന്ന് ശ്രീ K കരുണാകരനും AK ആന്റണിയും ഉമ്മൻചാണ്ടിയും ഒക്കെ കുറച്ച് കരിഷ്മയുള്ള നേതാക്കന്മാരായിരുന്നു. അവർ പറഞ്ഞാൽ അനുസരിക്കുന്ന കുറേ ആളുകൾ ഈ പാർട്ടിക്കകത്തുണ്ടായിരുന്നു. അല്ലെങ്കിൽ ആ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് ഒരു സ്വിച്ചിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുമായിരുന്നു. ഇപ്പോൾ ശ്രീ K കരുണാകരൻ പറയുകയാണ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് നിൽക്കുമായിരുന്നു. പക്ഷേ ഇന്ന് VD സതീശൻ പറയുന്ന എത്ര പേര് കേൾക്കും? K സുധാകരനും VD സതീശനും കൂടി KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവുമായിട്ടിരിക്കുന്ന സമയത്ത് മൈക്കിന് വേണ്ടിയിട്ട് വരെ തല്ലുണ്ടാക്കി നമ്മൾ കണ്ടതല്ലേ? നിയമസഭയ്ക്ക് മുമ്പിൽ നിന്നുകൊണ്ട് ഒരു പ്രതിപക്ഷ നേതാവ് ആദ്യമായിട്ട് ആ കടലാസ് എവിടെ, ആ വായി നോക്കി ഇതെവിടെ പോയി കിടക്കുകയാണ് എന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയുന്നത് നമ്മൾ കേട്ടതല്ലേ?
അതുകൂടാതെ തന്നെ ഇപ്പോൾ KPCC പ്രസിഡന്റ് മറ്റേ തലമുടിയുടെ പേര് പറഞ്ഞുകൊണ്ട് എവിടെ പോയി കിടക്കുകയാണ് അയാൾ എന്ന് പറഞ്ഞതല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ വീണ്ടും ഭരണത്തിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്ക് കേരളത്തിൽ ഉണ്ടാവാൻ പോകുന്നത് സ്ഥിരതയുള്ള ഒരു ഭരണമായിരിക്കുമോ, അതോ എല്ലാ ദിവസവും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഭരണഘടന സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെ പോലും ബാധിക്കുന്ന രീതിയിലേക്കുള്ള കോൺഗ്രസ് ഗ്രൂപ്പ് വഴക്കിന് അല്ലെങ്കിൽ UDFന്റെ തർക്കങ്ങൾക്ക് വേദിയാകുന്ന അല്ലെങ്കിൽ ഭരണസ്തംഭനം വരെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ഭരണത്തെയാണോ ജനങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളത് പൊതുജനങ്ങൾ കൃത്യമായിട്ട് വിലയിരുത്തുക. കാരണം ഇന്ന് VD സതീശൻ ഇപ്പം കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ട് വരികയാണെങ്കിൽ അദ്ദേഹത്തിനെതിരെ വളരെ ഗുരുതരമായ എന്തെങ്കിലുമൊക്കെ കേസുകൾ കെട്ടിച്ചമയ്ക്കാൻ ശേഷിയുള്ള ആളുകൾ ഇന്നും ഈ കോൺഗ്രസ് പാർട്ടിക്കകത്തുണ്ട്. അങ്ങനെയുള്ള കോൺഗ്രസ് പാർട്ടി ഇവിടെ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഏത് രീതിയിലായിരിക്കും ഭരണം മുൻപോട്ട് പോവുക എന്നുള്ളതിനെക്കുറിച്ച് കേരളത്തിലെ പൊതുസമൂഹം 2 വട്ടം ആലോചിച്ചതിന് ശേഷം മാത്രമേ പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ പാടുള്ളൂ എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന.